ഹൃദയത്തിലാണ് ഇത് നിറയേണ്ടത്. ഹൃദയത്തിൽ ഈ ആത്മാവ് നിറയും. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 8-ലും എസെക്കിയേൽ 36-ലും പ്രവാചകനും പൗലോസ്ലീഹായും ഒക്കെ വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കള് എഴുതി വെക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഞാൻ എന്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതും. ഹൃദയത്തിൽ എഴുതും. ഞാൻ ദൈവമാണെന്ന് ഇനി ആരെയും പഠിപ്പിക്കേണ്ടതില്ല. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ഈ ചങ്കിനകത്ത് ചിലത് എഴുതപ്പെടും. ദൈവത്തെ വിളിക്കണം, ആരും പറയേണ്ടതില്ല. പ്രാർത്ഥിക്കണം, ആരും പറയേണ്ടതില്ല. ബൈബിള് വായിക്കണം, ആരും പറയേണ്ടതില്ല. പള്ളിയിൽ പോകണം, ആരും പറയേണ്ടതില്ല. കൊന്ത ചൊല്ലണം, ആരും നിർബന്ധിക്കേണ്ടതില്ല. കൂട്ടായ്മയിലായിരിക്കണം, ആരും നിർബന്ധിക്കേണ്ടതില്ല. അകത്ത് നിന്ന് വിടാതെ പിന്തുടരുന്ന ഒരാത്മാവിന്റെ തള്ളല് അകത്തുനിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. പള്ളി പോടാ, കൊന്ത ചൊല്ലടാ, ബൈബിൾ വായിക്കടാ, കൂട്ടായ്മ പോടാ, അഭിഷേകം സ്വീകരിക്കടാ. ഇത് വെളിയിൽ നിന്നുള്ള ബാഹ്യമായ തള്ളലല്ല, അകത്തുനിന്നാണ് ഇത് വരാൻ പോകുന്നത്. ആരെങ്കിലും തള്ളിയിട്ടല്ല നീ പള്ളി വരേണ്ടത്, ആത്മാവ് തള്ളിയിട്ടാണ് നീ പള്ളി വരേണ്ടത്. ഭാര്യ തള്ളിയിട്ടല്ല ചേട്ടാ നീ പള്ളി വരേണ്ടത്, ആത്മാവ് തള്ളിയിട്ടാണ്. ബൈബിളിൽ ആവർത്തിച്ച് എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. ഇതാണ് സംഭവിക്കേണ്ടത്. ആത്മാവ് എടുത്തുകൊണ്ടുപോയി പള്ളി നിർത്തണം. കുടുംബനാഥ, ആത്മാവ് എടുത്തുകൊണ്ടുപോയി കൂട്ടായ്മ നിർത്തണം. ചേച്ചി, ആത്മാവ് എടുത്തുകൊണ്ടുപോയി നിത്യാരാധന ചാപ്പലിൽ ഇരുത്തണം. ചെറുപ്പക്കാരാ, അതിന് സ്വർഗത്തിൽ നിന്ന് നാവിന്റെ രൂപത്തിൽ ഒരു തീ ഇറങ്ങണം.